ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. 4 ദിവസം മുമ്പ് ഈശോയെ നാം ഓശാന പാടി എതിരേറ്റതാണ്. ജെറുസലേം ജനതതി ഈശോയെ രക്ഷകനായി മിശിഹായായി വിളംബരം ചെയ്തുകൊണ്ട് ഓശാന പാടി ഏറ്റവും ആഹ്ലാദത്തോടെയാണ് എതിരേറ്റത്. പക്ഷേ ഈ 4 ദിവസം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഇന്നോ അതേ ജനക്കൂട്ടം അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ്. നമ്മൾ മനുഷ്യൻ്റെ വാക്കിൽ വിശ്വാസം അർപ്പിക്കേണ്ട. ഏത് ഓശാനയ്ക്ക് ശേഷവും ഒരു ദുഃഖവെള്ളിയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയും ഒരു അന്ത്യമല്ല. അത് കഴിഞ്ഞ് ഒരു ഈസ്റ്ററുണ്ട്. നമ്മൾ നമ്മുടെ ഓശാനകളിൽ ഒതുങ്ങിപ്പോകരുത്, നമ്മുടെ ദുഃഖവെളികളിൽ കുടുങ്ങിപ്പോകരുത്. പിന്നെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മുന്നേറണം. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയെ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുക. ഗോഡ് ഫ്രൈഡേ എന്ന പദം പിന്നീട് ഗുഡ് ഫ്രൈഡേ ആയി മാറിയതാണ് എന്ന് പറയാറുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് പറയുന്നതിന് പകരം ദൈവം ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന രീതിയിൽ ഗുഡ് ഫ്രൈഡേ. സത്യത്തിൽ നമ്മൾ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ വരുന്നത് നമുക്ക് വേണ്ടി ഈശോ സഹിച്ച ആ പീഡകളിലും മരണത്തിലുമാണ്. എന്നാൽ നമ്മുടെ ശ്രദ്ധ അതിനേക്കാളും കൂടുതൽ വരേണ്ടത് അതിലൂടെ ദൈവം സാധിച്ച നന്മയിലാണ്. ഗുഡ് ഫ്രൈഡേ കുറേ കൂടെ അർത്ഥവത്താണ്. അന്നാണ് അവിടുന്ന് തൻ്റെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം പരമയാഗമാക്കി മാറ്റിയത്. മനുഷ്യവർഗം മുഴുവനും ചെയ്ത പാപമെല്ലാം ഏറ്റെടുത്ത് അവിടുന്ന് സ്നേഹത്താൽ നിറഞ്ഞ് ദൈവപദ്ധതി തിരിച്ചറിഞ്ഞത് നിറവേറ്റുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ, ആ സഹനത്തിലൂടെയും മരണത്തിലൂടെയും കടന്നുപോയപ്പോൾ അത് പരമയാഗമായി മാറി. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറി. നമുക്ക് നമ്മുടെ ജീവിതത്തിലെയും സഹനത്തെയും മരണത്തെയും കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് അതിലെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി ദർശിച്ച് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ എല്ലാ വേദനകളെയും വിഷമതകളെയും പരമയാഗമാക്കി മാറ്റാൻ സാധിക്കണം. അതിനാണ് കർത്താവ് നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ദുഃഖവെള്ളി യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ ആയി മാറുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ആ കുരിശിൻ്റെ കീഴിൽ ഒന്ന് നിൽക്കണം, അവിടുത്തെ ഒന്ന് നോക്കണം. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കും എന്ന വചനമുണ്ടല്ലോ. കർത്താവിനെ നാം ഒന്ന് നോക്കണം. നോക്കിയിട്ടോ അവൻ്റെ സ്വരം ഒന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവിടുത്തെ ഒന്ന് നോക്കി, സ്നേഹത്തോടെ നോക്കി അവിടുന്ന് പറയുന്ന വചനം ഗ്രഹിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. ബൈബിളിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത് 7 വാക്യങ്ങളാണ്. അതിലെ ഒന്നാമത്തേത് മത്തായിയിലും മർക്കോസിലും പറയുന്നുണ്ട്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്ന വാക്യമാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അവസാനത്തെ വാക്യമോ അത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. പിതാവേ, ഇതാ നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് 31-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യമാണ്. അങ്ങനെ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു വിധത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളിൽ നമ്മൾ ദർശിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതമോ ഈ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് ഈ 7-ാമത്തെ വാക്യത്തിലേക്ക് പരിവർത്തനപ്പെടണം. നമ്മുടെ ജീവിതം, നമ്മുടെ നിലവിളികളൊക്കെ കർത്താവിനുള്ളൊരു സമർപ്പണമായി മാറണം. അതിനോ ഇടയ്ക്കുള്ള 5 വാക്യങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. 2-ാമത്തെ വാക്യം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമ, എല്ലാവരോടും ക്ഷമിക്കാൻ, എല്ലായ്പ്പോഴും ക്ഷമിക്കുവാൻ, എല്ലാത്തിനും ക്ഷമിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം സാധിക്കണം. വിധിക്കാതെ നാം ക്ഷമിക്കണം, വ്യവസ്ഥയില്ലാതെ നാം ക്ഷമിക്കണം. ആരെല്ലാം എന്തെല്ലാം ഞങ്ങളെല്ലാം അറിഞ്ഞാണിത് ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലും ഒരു അറിവുകേട് വന്നു, അതാണ് പ്രശ്നം. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അപ്പോൾ കർത്താവ് അവരെ വിധിക്കുന്നില്ല.
വിധിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കർത്താവ് എന്താ ചെയ്യുന്നത്? തൻ്റെ വേദനയുടെ നടുവിലും ആ കള്ളന് പറുദീസ തുറന്നു കൊടുക്കുക കർത്താവ്. നമ്മുടെ വേദനകളുടെ ഇടയിലും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് സ്വർഗം തുറന്നു കൊടുക്കാൻ നമുക്കെല്ലാം സാധിക്കണം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് കർത്താവ് പറയുക. മൂന്നാമതായിട്ട് മാതാവിനോട് പറയാണ്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയാണ്, ഇതാ നിൻ്റെ അമ്മ. അതായത് നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളുമായിട്ടുള്ളവരോടുള്ള ആ ബന്ധത്തിൽ ക്രമീകരണം വരുത്തണം. നമുക്ക് അവരോടുള്ള നമ്മുടെ കടമ നാം നിറവേറ്റിയോ എന്ന് ആത്മശോധന ചെയ്യണം. ആ കടമ നിറവേറ്റുക പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമുക്ക് ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് 7ാമത്തെ വാക്യത്തിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 4ാമത്തെ വാക്യം, ഇടയ്ക്കുള്ള 4ാമത്തെ വാക്യം എന്താ? എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, കർത്താവ് ആ കുരിശിൻ്റെ യാത്രയിലൂടെ മുന്നേറുമ്പോൾ വേണ്ടത്ര വെള്ളം പോലും കിട്ടാതെ ഇങ്ങനെ ദാഹിച്ചു എന്ന് വേണേൽ പറയാം. ശാരീരികമായ ദാഹമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ കർത്താവ് ദാഹിച്ചത് മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടിയാണ്. മദർ തെരേസ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ വിളി, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള നിലവിളി, അത് എല്ലാ ചാപ്പലിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിലവിളി ഏറ്റെടുത്തവളാണ് ഈ മദർ തെരേസയും അതേപോലെ കൂടെയുള്ള കന്യാസ്ത്രീകൾ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദാഹം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ദാഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ ഒരു മുതൽ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ ഈ ദാഹം തീർക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കർത്താവ് അടുത്ത് പറയുന്ന വചനം എന്താ? എല്ലാം പൂർത്തിയായി. കർത്താവ് എല്ലാവർക്കും, തനിക്ക് വേണ്ടി ദാഹിച്ച എല്ലാവർക്കും തന്നെ കൊടുത്ത് അവരുടെ ഹൃദയത്തെ ഉറവയാക്കി മാറ്റിയെന്ന് വേണേൽ പറയാം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ദാഹം, മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ദാഹം തീർക്കാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ ജീവിതം ജീവിച്ച് അത് പൂർത്തീകരിച്ചു എന്നാണ് പറയുക. അങ്ങനെ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, കർത്താവെ ഇതാ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ നമുക്കൊക്കെ സാധിക്കുക. ഇത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. നമ്മൾ വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ദിവസം കൂടെയുണ്ട് ഈസ്റ്ററിന് വേണ്ടി. അതിന് മുമ്പ് നമ്മളുണ്ടല്ലോ ഈ കാൽവരി കുരിശിലെ ആ കുരിശിൻ്റെ കീഴേ നാം ഒന്ന് നിൽക്കണം. നിന്ന് നമുക്ക് കർത്താവിനോട് ഒന്ന് നോക്കണം, കർത്താവിലേക്ക് നോക്കണം. എന്തൊക്കെയാണ് എന്നോട് എൻ്റെ കർത്താവ് പറയുന്നത്? 4 കാര്യങ്ങളാണ് ഈശോ എന്നോട് പറയുന്നത്. ഒന്നാമത്തേത്, ഇത് ഞാൻ മൂലമാണ് ഞാനിങ്ങനെ സഹിക്കേണ്ടി വന്നത്, ഞാൻ കുരിശിലേറേണ്ടി വന്നത് നിങ്ങളുടെ പാപം മൂലമാണ്. ഐ ആം ബിക്കോസ് ഓഫ് യു. പ്രിയപ്പെട്ടവരെ, പീലാത്തോസ് അന്യായമായി കുറ്റം വിധിച്ചു. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പട്ടാളക്കാർ കർത്താവിനെ ക്ഷതമേൽപ്പിച്ചു. ആ രീതിയിലും മനുഷ്യൻ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് തന്നിലേക്ക് ആവഹിച്ചെടുക്കുക. ഈ വിഷം ആവഹിച്ചെടുക്കുന്ന പോലെയാണ്. എന്നിട്ട് അതിൽ നിന്നെല്ലാം വിടുതലാകാൻ വേണ്ടിയാണ്. സോ ഐ ആം ബിക്കോസ് ഓഫ് യു. നീ മൂലമാണ് ഞാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കുരിശിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, അത് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിലെ വ്യക്തികളോട് ഈ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്തിരിയണം. അപ്പം പശ്ചാത്താപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, ജീവിത നവീകരണത്തിലേക്ക് പ്രിയപ്പെട്ടവരെ എന്നെ നയിക്കണം ഈ ഒരു വാക്യം, ഐ ആം ബിക്കോസ് ഓഫ് യു. 2ാമത്തെ വാക്യം, ഐ ആം ഫോർ യു. നിനക്ക് വേണ്ടിയാണ് ഞാനിത് സഹിക്കുന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കാൻ പോലും തയ്യാറാകുന്നത്. നമ്മൾ 53ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകൻ്റെ, അത് കർത്തൃദാസൻ്റെ 4ാമത്തെ പാട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 1ാമത്തെ വായനയിൽ വായിച്ചു കേട്ടത് അതാ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ഐ ആം ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി സഹിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാകുന്നു. അതാണ് ഈശോ നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അത് കർത്താവിനോടുള്ള നന്ദിയാൽ നമ്മെ നിറയ്ക്കണം. കർത്താവിനോടുള്ള ആ നന്ദിയാൽ, കൃതജ്ഞതയാൽ നമ്മെ നിറയ്ക്കണം. നമ്മുടെ ഓരോ ദിവ്യ കുർബാനയും അതല്ലേ. അതുകൊണ്ടല്ലേ അതിനെ യൂക്കരിസ്റ്റ് എന്ന് പറയും. യൂക്കരിസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്ദി പറച്ചിൽ എന്നാണ് അർത്ഥം.
നമുക്ക് അവൻ രക്ഷ നേടിത്തന്നു. നമ്മുടെ പാപവും നമ്മുടെ രോഗവും നമ്മുടെ പീഡകളും നമ്മുടെ ആകുലതകളും എല്ലാ ഉത്കണ്ഠകളും എല്ലാം ശാരീരികവും വൈകാരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ നമ്മുടെ പാടുപീഡകളെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് പ്രിയപ്പെട്ടവരെ അവിടുന്ന് നമുക്കതിൽ നിന്നെല്ലാം രക്ഷ ഏകി. അതിൽ നിന്നെല്ലാം നമുക്ക് ഐ ആം ഫോർ യു. മൂന്നാമത്തേതോ പ്രിയപ്പെട്ടവരെ ഐ ആം വിത്ത് യു, നിന്നോടുകൂടെ ഞാനുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ ഏറ്റവും അസഹനീയമാക്കുന്ന രണ്ട് ചിന്തകളാണ്. ഒന്ന്, എൻ്റേതാണ് ഏറ്റവും വലിയ വേദന. രണ്ടാമത്തേത്, എൻ്റെ വേദനയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ ഈശോ പറയുക, നിൻ്റെ ഏത് സഹനത്തെയേക്കാൾ കൂടുതലായി ഞാൻ സഹിച്ചു. എൻ്റെ വേദനകളുടെ മുമ്പിൽ നിൻ്റെ വേദന സഹനീയമാണ്. അതേപോലെ കർത്താവ് പറയാണ്, നിൻ്റെ ഏത് വേദനയിലും നിന്നോട് കൂടെ ഞാനുണ്ട്. നീ ഒരിക്കലും ഒറ്റപ്പെടില്ല, നിൻ്റെ കൂടെ ഞാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവ്, ആ കർത്താവിനോട് ചേർന്ന് സഹിച്ചുകൊണ്ട്, ആ കർത്താവ് സഹിച്ചതുപോലെ സഹിച്ചുകൊണ്ട്, സ്നേഹത്താൽ നിറഞ്ഞ് ദൈവേഷ്ടം എന്ന രീതിയിൽ ബോധപ്പെട്ട് ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ വ്യഗ്രതകളെയും നമ്മുടെ സഹനങ്ങളെയും മരണത്തെപ്പോലും അതിജീവിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, നീ മൂലമാണ് ഞാൻ. 2, നിനക്ക് വേണ്ടിയാണ് ഞാൻ. 3, നിന്നോടുകൂടെയാണ് ഞാൻ. 4, നിന്നിലാണ് ഞാൻ. ഐ ആം ഇൻ യു. നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ ഈ പ്രക്രിയ നമുക്കങ്ങോട്ട് ബോധപ്പെടാം. സ്നേഹത്താൽ നിറഞ്ഞ് സഹനങ്ങളെയും പീഡകളെയും തെറ്റിദ്ധാരണകളെയും അന്യായമായ വിധികളെയും എല്ലാം ധൈര്യത്തോടെ തരണം ചെയ്ത് പ്രിയപ്പെട്ടവരെ ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് മുന്നേറാൻ നമുക്ക് തയ്യാറാകാം. ഈശോനാഥൻ തൻ്റെ സഹനത്തെയും മരണത്തെയും അതിജീവിച്ച് ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് മുന്നേറിയതുപോലെ ഈശോനാഥൻ എന്നും നമ്മിൽ ഉദ്ധിതനായി നിലകൊള്ളട്ടെ. ഉത്ഥാനത്തിൻ്റെ ശക്തിയാൽ നമ്മെ നിറയ്ക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏത് സഹനങ്ങളെയും മരണത്തെപ്പോലും അതിജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ കർത്താവിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഏകാനും നമുക്കൊക്കെ ശ്രദ്ധിക്കാം. നമുക്ക് വേണ്ടി ദാഹിക്കുന്ന കർത്താവിൻ്റെ ദാഹത്തെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഉള്ളിൽ നിന്നും ഉറവെടുക്കുന്ന രീതിയിൽ ആ ഉറവയിലൂടെ മറ്റുള്ളവരുടെ ദാഹത്തെ തീർക്കുവാനും പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവത്തിൻ്റെ ദാഹത്തെ തീർക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദുഃഖവെള്ളി നല്ല വെള്ളിയായത് കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ ഏറ്റവും വലിയ കാര്യം ചെയ്തതിനെ നമ്മൾ ഓർക്കുകയാണ്. മനുഷ്യർക്ക് മുഴുവനും എല്ലാ തരത്തിലുമുള്ള രക്ഷയും വിമോചനവും ജീവനും സമൃദ്ധമായ ജീവനും ഏകാനായിട്ട് ശ്രദ്ധ വെച്ചു. നമുക്ക് കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിനോട് നന്ദിയാൽ നിറയാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.